ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഹോംവർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ആ ടേബിളുകൾ പൂർത്തീകരിച്ച് ആൻസറാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആൻസറും ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് CH3 CH CH3 CH2 CH CH3 CH2 CH3. ഇവിടെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്ത് കൊടുക്കുന്നു 1 2 3 4 5 6. സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലും CH3 ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ പേരെങ്ങനെ വരും? മെയിൻ ചെയിനിൽ 6 കാർബണാറ്റാണ്. അപ്പോൾ 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ എന്ന് വരും. 2,4 ഡൈമീഥൈൽ ഹെക്സൈൻ എന്ന് വരും. അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? നെയിം തന്നേക്കുക. IUPAC നെയിം തന്നേക്കുവാണ്, സ്ട്രക്ചർ എഴുതാനാണ്. അപ്പോൾ നോക്കാം. 2,2,3 ട്രൈമീഥൈൽ പെൻറ്റേൻ. 2,2 എന്ന് വെച്ചാൽ സെക്കൻഡ് കാർബണിൽ 2 ശാഖകളുണ്ട്, മീഥൈൽ ശാഖകളുണ്ട്. അതുപോലെ തന്നെ തേർഡ് പൊസിഷനിൽ ഒരു ശാഖയുമുണ്ട്, CH3. മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3 ആണല്ലോ നമ്മുടെ ശാഖ എന്ന് പറയുന്നത്. CH3 ആണല്ലോ നമ്മുടെ ശാഖ. പിന്നെ പെൻറ്റേൻ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 5 കാർബണാറ്റ് എഴുതുക. അതിനുശേഷം നമ്മുടെ ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് ശാഖ വരുന്നത് നോക്കുക. രണ്ടാമത്തെ പൊസിഷനിൽ 2 CH3 വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പൊസിഷനിൽ ഒരു CH3. അതുകൊണ്ടാണല്ലോ 2,2,3 എന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ ബാക്കി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3 ഏകബന്ധനം CH2 സിംഗിൾ ബോണ്ട് CH3 എന്ന് വരും. ഓക്കെ, അടുത്ത് നോക്കാം. 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ. 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ. മെയിൻ ചെയിനിൽ 6 കാർബണാറ്റാണ്. ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ 6 കാർബണാറ്റാണ് വരുന്നത്. ഇനി എന്താണ്? ബ്രാഞ്ച് ഉണ്ട്. മൂന്നാമത്തെ പൊസിഷനിൽ 2 എണ്ണം വെച്ചുണ്ട്. മൂന്നാമത്തെ പൊസിഷനിൽ 2 എണ്ണം വെച്ച്. എന്താണ് ഇവിടുത്തെ ബ്രാഞ്ച്? ഈഥൈലാണ്. ഈഥൈൽ എന്ന് പറഞ്ഞാൽ CH2 CH3 ആണ് ഈഥൈൽ എന്ന് പറയുന്നത്. CH2 CH3 ആണ് ഈഥൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ശാഖ. അപ്പം അത് 2 എണ്ണം മൂന്നാമത്തെ പൊസിഷനിൽ ഉണ്ട്, മൂന്നാമത്തെ കാർബണാറ്റത്തിലുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതും? CH3 സിംഗിൾ ബോണ്ട് CH2 CH3 ദെൻ CH2 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3. ഇതാണ് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3. 3ൽ എന്താണ്? 2 ഈഥൈൽ ബ്രാഞ്ചുകളുണ്ട്, ശാഖകളുണ്ട്. അപ്പോൾ 3,3 ഡൈ ഈഥൈൽ ഹെക്സൈൻ എന്ന് വരും. അങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ ചെയ്ത് നോക്കാം നമുക്ക്. ഇനി എങ്ങനെ നമ്പർ ചെയ്യും? നമ്മൾ വിചാരിക്കും ഇങ്ങനെ നമ്പർ ചെയ്യാം, നമുക്ക് ഇങ്ങനെ നമ്പർ ചെയ്യാം. എപ്പോഴും നമ്മൾ നമ്പർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രധാന ചെയിനിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്ന രീതിയിലാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് നമ്പർ ചെയ്യുന്നത്? ഇവിടെ നിന്ന് വേണം നമ്പർ ചെയ്യാം. അപ്പോൾ 1 2 3 4 5. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ 3,3 ഹൈഫൻ ഡൈമീഥൈൽ പെൻറ്റേൻ എന്ന് വരും. 3,3 ഡൈമീഥൈൽ പെൻറ്റേൻ എന്ന് വരും. 17ാമത്തെ പേജിലുള്ള പട്ടികയാണ്, ടേബിളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ദ്വയബന്ധനം ഡബിൾ ബോണ്ട് ആണെങ്കിലും ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും നമ്മൾ എഴുതുന്ന രീതി സെയിം ആണ്. അവസാനം ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈനെന്നും ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനമാണെങ്കിൽ ഐൻ എന്നുമാണ് ചേർക്കുന്നത്. ത്രിബന്ധനമാണെങ്കിൽ ഐൻ എന്നുമാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ എങ്ങനെ വരും? പ്രൊപ്പ് 1 ഐ. നമ്പർ ചെയ്യുമ്പോൾ 1 2 3. അപ്പോൾ പ്രൊപ്പ് 1 ഈനെന്ന് വരും. ഇനി അടുത്ത ഹെക്സ് 2 ഈനെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാർബണിൻ്റെ അവിടെ ആണ് നമ്മുടെ ഡബിൾ ബോണ്ട് ദ്വയബന്ധനം ഇരിക്കുന്നത്. അപ്പോൾ 6 കാർബൺ ആറ്റം വരയ്ക്കുക. അതിന് ശേഷം രണ്ടാമത്തെ കാർബൺ ശേഷം ഡബിൾ ബോണ്ട് ഇടുക. ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട്സ് ആണ്. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 വരും. അതാണ് ഹെക്സ് 2 ഈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനമാണ്. C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3.
അപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 എണ്ണുമ്പോൾ 1 2 3 4 5 5 കാർബൺ ആറ്റം. അപ്പോൾ പെൻഡ് എന്ന് വരും. പെൻഡ് ഹൈഫൺ എത്രാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധന? 2 ഐന്. ഞാൻ വൈ എന്ന് എഴുതിയേക്കുന്നത്, മലയാളത്തിൽ ഐന് ഇങ്ങനെയാണ്, ഐ അറിയാമല്ലോ. പെൻഡ് 2 ഐൻ എന്ന് വരും. ഇനി അവസാനം ഹെപ്റ്റ് 3 ഐൻ എഴുതാനാണ്. 7 കാർബണാറ്റം. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ 7 കാർബണാറ്റം വരും. മൂന്നാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ടും വരും. അപ്പോൾ എങ്ങനെയാണ്? CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, സി ട്രിപ്പിൾ ബോണ്ട്, സി സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ആദ്യം നിങ്ങൾ എണ്ണം അത്രയും ഉള്ള കാർബണാറ്റം എഴുതുക. എവിടെയാണ് ഡബിൾ ബോണ്ട് വരുന്നത് ആ പൊസിഷനിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് എഴുതാൻ. മനസ്സിലായോ? നമ്മുടെ 20ാമത്തെ പേജിലെ ടേബിളാണ് നോക്കുന്നത്. HCOH. COH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെയിമിൻ്റെ കൂടെ ഓയിക് ആസിഡ് ചേർക്കും. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ എന്താ വരും? പേര് മെത്തനോയിക് ആസിഡ് എന്ന് വരും. എന്ത് വരും? മെത്തനോയിക് ആസിഡ്. ഇവിടെ നോക്കൂ, CH3COH. ഇവിടെ 2 കാർബണാറ്റം ഉണ്ട്, 1 2. അപ്പോൾ എന്ത് വരും? എത്തനോയിക് ആസിഡ്. എന്ത് വരും? എത്തനോയിക് ആസിഡ്. അടുത്ത പ്രൊപ്പനോയിക് ആസിഡ്. COHൻ്റെ കാർബണും കൂടെ ചേർത്ത് ബാക്കി 2 കാർബണും കൂടെ വരും. അങ്ങനെയാണ് നമ്മളിവിടെ കാർബൺ എണ്ണുന്നത്. COH ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കാർബണിൻ്റെയും കൂടെ ചേർത്താണ് നമ്മളിവിടെ കാർബൺ എണ്ണുന്നത്. അങ്ങനെയാണെങ്കിൽ CH3 CH2 COH എന്ന് വരും. CH3 CH2 COH എന്ന് വരും. പ്രൊപ്പനോയിക് ആസിഡ്. CH3 CH2 CH2 COH ആണെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് നെയിം വരും. അടുത്ത 21ാമത്തെ പേജിലുള്ള ടേബിളാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. CHO ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡിക് ഗ്രൂപ്പ്. അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ബ്യൂട്ടനാൽ എന്ന് വരുമ്പോൾ CHOയിലുള്ള കാർബണും കൂടെ ചേർത്ത് വരുന്ന 4 കാർബൺ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് കോമ്പൗണ്ട് വരുന്നത്? CH3 CH2 CH2 CHO. അവസാനമാണ് നമ്മൾ CHO ആയാലും COH ഫങ്ഷണൽ ഗ്രൂപ്പ് എല്ലാം ചേർക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ബ്യൂട്ടനാൽ ഇത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CHO 3 കാർബണാറ്റം, 1 2 3. അപ്പോൾ എന്താണ്? പ്രൊപ്പനാൽ. അവസാനം എന്താ നമ്മൾ ചേർക്കുന്നത്? പ്രൊപ്പനാൽ. ആൽഡിഹൈഡ് ഗ്രൂപ്പാണെങ്കിൽ അവസാനം എന്താ ചേർക്കുന്നത്? പ്രൊപ്പനാൽ. ഈ മാറ്റി AL, പ്രൊപ്പനാൽ നിന്ന് ചേർക്കുന്നു. പെൻറ്റനാൽ എഴുതാലോ. CHOയും കൂടെ ചേർത്ത് ബാക്കി 4 കാർബൺ വരും. അപ്പോൾ എങ്ങനെയാണ്? CH3 CH2 സിംഗിൾ ബോണ്ട് CH2, ഏകബന്ധന CH2, അവസാനം നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായ CHO. ഇതാണ് പെൻറ്റനാൽ എന്ന് പറയുന്നത്. അടുത്ത 22ാമത്തെ പേജിലുള്ള ടേബിളാണ് നമ്മൾ നോക്കുന്നത്. 2,3 ഡൈക്ലോറോ ബ്യൂട്ടേൻ. നമ്മുടെ മെയിൻ ചെയിനിൽ 4 കാർബണാറ്റം വരും. 4 കാർബണാറ്റം ആദ്യം ഇടുക. ഇനിയും 2ാമത്തെ പൊസിഷനിലും 3ാമത്തെ സ്ഥാനത്തിനും ഓരോ ക്ലോറോ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് ഓരോ CL ഇടുക. ബാക്കി സംയോജികത വാലൻസി ഹൈഡ്രജൻ ഇട്ട് ഫില്ല് ചെയ്യുക. അടുത്ത് CH3 CHF CH3 നമ്പർ ചെയ്യുമ്പോൾ 2ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഫ്ലൂറിൻ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ 2 ഫ്ലൂറോ. നമ്മളിപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, ഐഡിനാണെങ്കിൽ ഐഡോ എന്നൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഫ്ലൂറോ പ്രൊപ്പെയിൻ. 3 കാർബണാറ്റമാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ 2 ഫ്ലൂറോ പ്രൊപ്പെയിൻ എന്ന് വരും. 2 ഫ്ലൂറോ പ്രൊപ്പെയിൻ. ഇനി അവസാനത്തെ CH3 CH2 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 CH2I. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഹാലോ ഗ്രൂപ്പ് ആയാലും നമ്പർ ചെയ്യുമ്പോൾ കുറവ് സ്ഥാനസംഖ്യ കൊടുക്കാൻ തന്നെ നോക്കണം. അപ്പോൾ 1 2 3 4 5 മൊത്തത്തിൽ 5 കാർബണാറ്റമാണുള്ളത്. ഫസ്റ്റ് പൊസിഷനിലാണ് നമ്മുടെ ഐഡോ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അപ്പോൾ 1- ഐഡോ പെൻറ്റെയിൻ എന്ന് വരും. 1- ഐഡോ പെൻറ്റെയിൻ എന്ന് വരും. അപ്പോൾ 23ാമത്തെ പേജിൽ അവസാനത്തെ ടേബിളാണ് നമ്മൾ നോക്കുന്നത്. CH3O CH3. അപ്പോൾ ഈതൽ ലിങ്കേജിൻ്റെ 2 വശത്തുമുള്ള കാർബണാറ്റങ്ങളുടെ എണ്ണം നോക്കുക. അപ്പോൾ കാർബണാറ്റങ്ങളുടെ എണ്ണം ഇവിടെ ഇരുവശത്തും 2 സൈഡിലും ഒരുപോലെയാണ്. അപ്പോൾ മീതോക്സി മീഥേൻ എന്ന് തന്നെയാണ് വരുന്നത്. എന്താണ്? മീതോക്സി മീഥേൻ. അടുത്ത നോക്കാം. CH3 CH2 CH2O CH3. ഇവിടെ നോക്കുമ്പോൾ ഒരു വശത്ത് 1 കാർബണാറ്റേ ഉള്ളൂ, അടുത്ത വശത്ത് 3 കാർബണാറ്റം ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബണാറ്റം വരുന്നതിന് നമ്മൾ ആൽക്കെയിനായിട്ടായിരിക്കും എഴുതുന്നത്.
കുറവ് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം ഓക്സിയുടെ കൂടെയാണ് എഴുതുന്നത്. അപ്പോൾ മീഥോക്സി പ്രൊപ്പൈൻ എന്ന് വരും. എന്താണ്? മീഥോക്സി പ്രൊപ്പൈൻ എന്ന് വരും. അടുത്തത് ഈഥോക്സി പ്രൊപ്പൈൻ. അതിൻ്റെ അർത്ഥം ഒരു സൈഡിൽ 2 കാർബൺ ആറ്റവും ഒരു സൈഡിൽ 3 കാർബൺ ആറ്റവും. അപ്പോൾ CH3 CH2 O CH2 CH2 CH3 O ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഈഥോക്സി പ്രൊപ്പൈൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ തുടർ പ്രവർത്തനങ്ങൾ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസും കൂടി ഈ ചാപ്റ്ററിൽ നോക്കാം. ഇവിടെ കുറച്ച് IUPAC നാമങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് അതിൻ്റെ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃകയൊക്കെ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്ന അതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് ചെയ്ത് നോക്കാം. 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇപ്പോൾ ബ്യൂട്ടൈൻ എടുക്കുന്നു. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ ഇതിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. C1 2 3 4. ഇതിൻ്റെ രണ്ടാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2,2 അല്ലേ? മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3. ഓക്കെ, ഇനിയും ഹൈഡ്രജൻ ഫില്ല് ചെയ്യാലോ. CH3 സിംഗിൾ ബോണ്ട്. ഈ കാർബൺ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. ഇനിയും CH2 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, ഇതാണ് 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ഇനി ബ്യൂട്ട് 2E എന്ന് പറഞ്ഞാൽ ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആറ്റം തന്നെയുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പൊസിഷനിൽ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് വരും അല്ലേ? അപ്പോൾ C1 രണ്ടാമത്തത്, അതിൻ്റെ അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് C, പിന്നെ ഒരു സിയും കൂടെ. അപ്പോൾ 4 എണ്ണമായി. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 സിംഗിൾ ബോണ്ട് CH. അപ്പോൾ 4 എണ്ണമായി ആ കാർബൺ. ഈ കാർബണും 4 എണ്ണം ആവാൻ ഒരു H ഇട്ട് കൊടുക്കുന്നു. CH സിംഗിൾ ബോണ്ട് CH3. അവസാനം ഒന്നുകൂടെ നിങ്ങൾ നോക്കുക, എല്ലാ കാർബണും 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ ബ്യൂട്ട് 2E എന്ന് പറയുന്നത്. ഇനി പെൻറ്റ് 1I. പെൻറ്റ് എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റം വരും അല്ലേ? അപ്പോൾ ആദ്യത്തെ കാർബണിനാണ് ട്രിപ്പിൾ ബോണ്ട് ഇരിക്കുന്നത്. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട്. ആ കാർബൺ 4 വാലൻസി സാറ്റിസ്ഫൈ ആയി. ഇനി എത്ര എണ്ണം കൂടെ വരും? 3 എണ്ണം കൂടെ വരും. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 ആണ് നമ്മുടെ പെൻറ്റ് 1I. I എന്ന് പറഞ്ഞാൽ അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്നാണ്. ഓക്കെ, അടുത്ത് 2 കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലാർ ഫോർമുല തന്മാത്ര സൂത്രം തന്നിട്ടുണ്ട്. അവരുടെ ഘടന വരയ്ക്കാനാണ് നമ്മളിത് പഠിച്ചതെന്ന് ഈ ചാപ്റ്ററിൽ. C6H5OH എന്താണ്? ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ്. അതിന് എന്താണ് പേര് വിളിച്ചത്? ഫീനോൾ. എന്താണ്? ഫീനോൾ. അപ്പോൾ വരയ്ക്കാമല്ലോ. ബെൻസീൻ റിങ് വരയ്ക്കുക. ബെൻസീൻ റിങ്ങൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ബെൻസീൻ റിങ് വരയ്ക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോൺസ് ആണല്ലോ ബെൻസീൻ റിങ്. ഇതിൽ OH വരുന്നതാണ് ഫീനോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. OH. ഓക്കെ, ഇനി C6H5COH എന്ന് പറഞ്ഞാൽ ബെൻസോയിക് ആസിഡാണ്. COH എന്ന് പറഞ്ഞാൽ ബെൻസോയിക് ആസിഡാണ് വരുന്നത്. അപ്പം എന്താ? ബെൻസീൻ റിങ്ങിൽ COH ഗ്രൂപ്പ്. ബെൻസോയിക് ആസിഡ്. ബെൻസീൻ റിങ് വരയ്ക്കുക. അതിൽ COH ആഡ് ചെയ്യുക. ബെൻസീൻ റിങ് വരയ്ക്കുക.
അതിൽ COH ഫങ്ഷണൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുക. COOH. അപ്പോൾ ബെൻസീറിങ്ങിൽ OH വരുന്നതാണ് നമ്മുടെ ഫീനോൾ എന്ന് പറയുന്നത്. ബെൻസീറിങ്ങിൽ COH വരുന്നതാണ് നമ്മുടെ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെച്ചോണം, അതിൻ്റെ സ്ട്രക്ചറും മോളിക്കുലർ ഫോമിലെയും. ഐസോമർസത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ബ്രീഫ് നോട്ട്. ഐസോമർസം എന്താണെന്നും നമ്മളിവിടെ ചെയിൻ ഐസോമർസം, പൊസിഷൻ ഐസോമർസം, ഫങ്ഷണൽ ഐസോമർസം, മെറ്റാമർസത്തെയും അതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്കൊരു നോട്ട് തയ്യാറാക്കാമല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു സ്റ്റുഡൻറ്റ് ഓർഗാനിക് സംയുക്തത്തിന് നൽകിയ പേരാണ് 2-ഈഥൈൽ 3-മീഥൈൽ പെൻറ്റേൻ എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി അസൈൻ ചെയ്ത ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് അസൈൻ ചെയ്ത നെയിമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, 2-ഈഥൈൽ 3-മീഥൈൽ പെൻറ്റേൻ. ഈ സംയുക്തത്തിന് നൽകിയ പേര് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചറൽ ഫോമുല ഘടനാവാക്യം എഴുതിയിട്ട് ആ കൊടുത്ത പേര് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2-ഈഥൈൽ 3-മീഥൈൽ പെൻറ്റേൻ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ മെയിൻ ചെയിനിൽ പെൻറ്റേൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റം വരും. 1 2 3 4 5. ഓക്കെ, ഇനി ബ്രാഞ്ചസ് എവിടേക്കാണ്? രണ്ടാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ എന്ന് പറയുമ്പോൾ CH2CH3 ആണ്. CH2CH3 ആണ് ഈഥൈൽ എന്ന് പറഞ്ഞാൽ. CH2CH3. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ CH3 മാത്രം. ബാക്കിയെല്ലാം ഹൈഡ്രോജൻ ഇട്ട് ഫില്ല് ചെയ്യാലോ. CH3 CH ഇവിടെയും CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് ആ കുട്ടി പറഞ്ഞ സ്ഥിതിക്കുള്ള 2-ഈഥൈൽ 3-മീഥൈൽ പെൻറ്റേൻ. ഇതാണോ ഇതിൻ്റെ കറക്റ്റ് നെയിം? ഈ ഘടനാവാക്യം നമുക്ക് എഴുതിയപ്പോൾ ഇതാണോ ഇതിൻ്റെ ശരിക്കും നെയിം വരുന്നത്? സ്ട്രക്ചറൽ ഫോമുലയുടെ നെയിം ശരിക്കും ഇങ്ങനെയാണോ വരുന്നത്? അല്ല. നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്ത് തുടങ്ങാം. 1 2 3 4 5 6. എപ്പോഴും നമ്മൾ മെയിൻ ചെയിൻ എടുക്കുന്നത് എന്താണ്? കാർബണാറ്റങ്ങളുടെ എണ്ണം കൂടുതൽ വരുന്നതിനെയാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഉൾപ്പെടാത്തവരെയാണ് നമ്മൾ ബ്രാഞ്ച് ആക്കി എടുക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പുണ്ട്, നാലാമത്തെ പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ നെയിം എങ്ങനെ വരും? 3,4 ഡൈമീഥൈൽ 3,4 ഡൈ, കാരണം രണ്ടെണ്ണം ഉണ്ട്, ഡൈമീഥൈൽ ഹെക്സെയിൻ എന്ന് വരും. 6 കാർബണാറ്റം അല്ലേ മെയിൻ ചെയിനിൽ? ഹെക്സെയിൻ എന്ന് വരും. ഹെക്സെയിൻ. 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 3,4 ഡൈമീഥൈൽ ഹെക്സെയിൻ എന്ന് നെയിം വരും. മനസ്സിലായോ എങ്ങനെ നെയിം വന്നതെന്ന്? ആദ്യം നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ എഴുതി നോക്കി. സ്ട്രക്ചർ എഴുതി നോക്കിയപ്പോൾ പേര് വെച്ച് സ്ട്രക്ചർ എഴുതിയപ്പോൾ നമുക്ക് എന്താണ് നെയിം അങ്ങനെയല്ല വരുന്നത്. കാരണം മെയിൻ ചെയിനിൽ 6 കാർബണാറ്റം വരുന്നതുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നെയിം തിരുത്തി 3 4 മൂന്നാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും ഒരു മീഥൈൽ ഗ്രൂപ്പുകളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഡൈമീഥൈൽ എന്ന് ചേർത്തു. ഡൈ മുന്നിലായിട്ട് ചേർത്തു. അപ്പോൾ ഡൈമീഥൈൽ ഹെക്സെയിൻ. ഇതാണ് ഇതിൻ്റെ നെയിം വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണം 1
2 3 4 5 6 7 8 8 കാർബണും ഹൈഡ്രജൻ എത്ര എണ്ണം വരും? 5 5 3 8 9 10 13 16 2 18 H18 C8 H18 എന്ന് വരും. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല തന്മാത്ര സൂത്രം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളോട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സംയുക്തത്തിൻ്റെ സാധ്യമായ എല്ലാ ഐസോമുകളുടെയും ഘടനവാക്യം എഴുതാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ IUPAC നാമവും എഴുതണം. എന്നിട്ട് ഇത് ഏത് തരം ഐസോമസമാണ് കാണിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഐസോമസമാണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നതും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഘടനാവാക്യം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്ട്രക്ചർ ഫോർമുല നൽകുന്ന ബാക്കി ഐസോമറുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. C8H18 സ്ട്രെയിറ്റ് ചെയിനായിട്ട് നമുക്ക് എഴുതാം. CH3 സിംഗിൾ ബോണ്ട്, CH2 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 സിംഗിൾ ബോണ്ട്. 1 2 3 4 5 6 CH2 സിംഗിൾ ബോണ്ട്, CH3 ഒക്ടേൻ. C8H18 ഫോർമുല സ്ട്രെയിറ്റ് ചെയിൻ. അപ്പോൾ ഇവർ ഏത് ഐസോമസമാണ് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാവും. ഇവർ ഏത് ഐസോമസമാണ് കാണിക്കുന്നത്? ചെയിൻ ഐസോമസം. ചെയിൻ ഐസോമസമാണ് ഇവർ കാണിക്കുന്നത്. ചെയിൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ 1ലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു. ഈ ചാപ്റ്ററിൽ ഓരോന്നും സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.